നമ്മൾ ഏത് തരം മൂവ്മെന്റ് എടുത്ത് നോക്കിയാലും മൂവ്മെന്റ് ഒന്ന് പച്ച പിടിച്ച് റെഡി വരുമ്പോഴത്തേക്ക് അതിൽ കുറച്ച് സവർണരൊക്കെ വന്നിട്ട് അവരും ആണ് ഇത് ചെയ്തത്, മുന്നണി പോരാളികൾ അവരായിരുന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഒരു ശ്രമം നടക്കുന്നുണ്ട്. സണ്ണിമാഷിനെ പൊക്കി പറയുന്ന, സണ്ണിമാഷ് തങ്കക്കുടമാണെന്ന് പറയുകയും കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിലടക്കം ഷെയർ ചെയ്യുന്നവർക്ക് ഇപ്പം സണ്ണിമാഷിന് അത്ര ദളിതരും പിന്നാക്കക്കാരും സംസാരിക്കേണ്ട ചില ഏരിയകൾ തീരുമാനിച്ചു. അതിന് പുറത്തേക്ക് ദളിത് പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ സംസാരിക്കേണ്ടതില്ല എന്നുള്ള അത് സ്ത്രീ പ്രശ്നം ചർച്ച ചെയ്യാൻ സ്ത്രീകളെ വിളിക്കുക. അതെ തന്റെ തുല്യമല്ല കാണലാണ്. അതിപ്പം സവർണർ അവർണറോട് കാണിക്കുന്നു, അവർണർ അവർണറോടും കാണിക്കും. അപ്പൊ അതിന് ദളിതരോടും കാണിക്കും. പലപ്പോഴും സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവർണർ തമ്മിൽ കടന്ന് തല്ലുകൂടുകയും സവർണർ ഇത് തുടക്കി വെച്ച് ഇതിനാക്കം കൂട്ടിയ സവർണർ അങ്ങോട്ട് മാറി എന്ന് ഇത് കാണുകയും ചെയ്യും. ഈ മതവിമർശനം എന്ന് പറഞ്ഞ രീതിയിൽ യുക്തിവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പൊതുവെ ഒരു വംശീയ, തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ വംശീയതയുടെയും വെറുപ്പിന്റെയും ആ മണ്ഡലത്തിൽ ഞാൻ പുറത്തിറങ്ങിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ ഒരു സമാധാനം. യുക്തിവാദി ആക്ടിവിസ്റ്റും പ്രഭാഷകനും ഇസ്ലാമോഫോബിയ ആക്ടിവിസ്റ്റും ഒക്കെ ആയിട്ടുള്ള പ്രതീഷ് ബി ആണെന്ന് നമ്മളോടൊപ്പം ഉള്ളത്. പ്രതീഷ് നേരത്തെയും കേരള ഇൻസൈറ്റ് മീഡിയയിൽ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും അദ്ദേഹം യുക്തിവാദി പ്രസ്ഥാനത്തിലെ ചില പ്രവണതകളെക്കുറിച്ച് സംസാരിക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. പ്രതീഷിനെ സ്വാഗതം. പ്രതീഷ്, നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനങ്ങളുടെ ചില ആന്തരികമായ ചില ഘടനകളും ആ ഘടനയിൽ പ്രവർത്തിക്കുന്ന ചില ബലതന്ത്രങ്ങളും ജാതി, മതം തുടങ്ങിയ കാര്യങ്ങളോടുള്ള യുക്തിവാദി പ്രസ്ഥാനങ്ങളുടെ സമീപനങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെയാണ് സംസാരിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ജാതി വിഷയത്തിൽ നമുക്കറിയാം, ജാതി എന്ന് പറയുന്ന പ്രശ്നത്തിനോട് യുക്തിവാദി പ്രസ്ഥാനങ്ങൾ തുടക്കം മുതൽ തന്നെ 30കളിൽ യുക്തിവാദി പ്രസ്ഥാനം ആരംഭിക്കുന്ന സമയത്ത് തന്നെ ജാതിയോട് കടുത്ത നിലപാടെടുത്തിരുന്ന ആളുകളാണ് ആ സമയത്തെ യുക്തിവാദി നേതാക്കന്മാർ. ധാരാളം നേതാക്കന്മാരുണ്ട്. എന്നാൽ പിന്നീട് കുറേ കഴിയുന്നതോടുകൂടി, പ്രത്യേകിച്ച് സ്വാതന്ത്ര്യത്തിന് ശേഷം, യുക്തിവാദി പ്രസ്ഥാനങ്ങൾ പൊതുവെ ജാതിയോട് എടുക്കുന്ന സമീപനം കുറേ കൂടിയും ഒരു ജാഗ്രത ഇല്ലാത്തതായി മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ തുടക്കകാലത്തൊക്കെ സഹോദരൻ അയ്യപ്പനെ പോലുള്ള ആളുകൾ, ശ്രീകൃഷ്ണനെ പോലെയുള്ള ആളുകളൊക്കെ ആ സമയത്ത് ഇതിൻ്റെ നേതാക്കന്മാരാണ്. അവരൊക്കെ ജാതിയോട് വളരെ ഗൗരവമായ നിലപാടെടുത്തവരാണ്. ജാതി വിരുദ്ധ പ്രസ്ഥാനങ്ങളുടെ പോരാളികളായിരുന്നു അവർ. സഹോദരൻ അയ്യപ്പനൊക്കെ അതിൻ്റെ ആളുകളാണല്ലോ. പക്ഷേ പിന്നീട് നോക്കുമ്പോൾ, ഒരു 47-നൊക്കെ ശേഷം നോക്കുമ്പോൾ, ജാതി വിരുദ്ധ പ്രസ്ഥാനങ്ങളോട് അവരുടെ സമീപനം കുറേയും കൂടി ജാഗ്രത കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പ്രതീഷിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എന്തുകൊണ്ടായിരിക്കാം യുക്തിവാദി പ്രസ്ഥാനം, ഞാനൊരു സംഘടനയെക്കുറിച്ചല്ല പറഞ്ഞു വരുന്നത്, യുക്തിവാദി പ്രസ്ഥാനങ്ങളിലെ വിവിധ സംഘടനകൾ എടുക്കുന്ന സമീപനങ്ങളെക്കുറിച്ചാണ്, വിവിധ വ്യക്തികൾ എടുക്കുന്ന സമീപനങ്ങൾ, സംഘടനകൾ എടുക്കുന്ന സമീപനങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ജാതിയോടുള്ള ഈ ഒരു ജാതി പ്രശ്നത്തോടുള്ള ഈ ഒരു അലംഭാവം യുക്തിവാദി പ്രസ്ഥാനങ്ങളിൽ കടന്നു വരാൻ കാരണം? അല്ല, ഇത് നമ്മളിത് ഇപ്പം യുക്തിവാദികളിലെ ജാതി അല്ലെങ്കിൽ യുക്തിവാദ സംഘടനകളിലെ ജാതി പ്രശ്നം എന്ന് പറയുന്നത് ഈ മറ്റ് അതായത് ജാതി ഒരു സാമൂഹിക പ്രശ്നം എന്ന നിലയിൽ വേർതിരിച്ച് കാണേണ്ട ഒന്നല്ല. ഇത് നമ്മുടെ പൊതു സമീപനത്തിൽ ജാതിയെക്കുറിച്ചുണ്ടായ മാറ്റവും നേരത്തെ ഉണ്ടായിരുന്ന ഒരു എതിർവാദവും എല്ലാം തന്നെ അതും യുക്തിവാദ പ്രവർത്തനത്തെയും യുക്തിവാദ സംഘടനകളെയും ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു പൊതു പ്രശ്നമാണ്. ആ പൊതുവിൽ ഉള്ള ഒരു പ്രശ്നം എങ്ങനെയായിരുന്നു, ജാതിയെ വർക്ക് ചെയ്ത് എങ്ങനെയാണ്, അങ്ങനെ തന്നെയാണ് യുക്തിവാദികളിലും മാറ്റം തിരിഞ്ഞത്. അപ്പം നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിലെ ഒരു ആറുവളി പ്രസ്ഥാനം എന്ന് പറയുന്നത് താഴെ നിന്ന് മുകളിലോട്ടാണ് വന്നത്. മറ്റിടങ്ങളിൽ മുകളിൽ താഴോട്ട് വരാൻ ശ്രമിച്ചപ്പോൾ അതൊരു മതനവീകരണമായി ചുരുങ്ങിപ്പോയെങ്കിലും കേരളത്തിൽ താഴെ നിന്ന് മുകളിലോട്ടായതുകൊണ്ട് ഈ ഹിന്ദു ജാതിയെ സമാപ്തീകരിക്കുക എന്നുള്ളൊരൊറ്റ പോയിന്റിലാണ് അത് വന്നത്. അത് കുറേയൊക്കെ നമ്മൾ വിജയം കണ്ടു എന്ന് തന്നെ പറയാൻ പറ്റും. പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ഏത് തരം മൂവ്മെൻ്റ് എടുത്ത് നോക്കിയാലും മൂവ്മെൻ്റ് ഒന്ന് പച്ച പിടിച്ച് റെഡി വരുമ്പോഴത്തേക്ക് അതിൽ കുറച്ച് സവർണരൊക്കെ വന്നിട്ട് തലയിട്ട് അവരും ആണ് ഇത് ചെയ്തത്, മുന്നണി പോരാളികൾ അവരായിരുന്നു എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഒരു ശ്രമം നടക്കുന്നുണ്ട്. ഈ കേരള യുക്തിവാദ പ്രവർത്തനം എടുത്ത് നോക്കിയാൽ അത് നമുക്ക് ഇത് കാണാൻ പറ്റും. കാരണം സഹോദരൻ അയ്യപ്പൻ തുടങ്ങി വയ്ക്കുന്ന ജാതി വിരുദ്ധ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങളൊക്കെ ഒരുവിധം മുന്നോട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ വീണ്ടും ഈ യുക്തിവാദികളിൽ നമുക്ക് ഈ ഒരു സാധനം കണ്ടെത്താൻ പറ്റും. ഇതൊരു കേവലമായ കേരളത്തിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഒരു പ്രശ്നമല്ല. പലപ്പോഴും സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അവർണർ തമ്മിൽ കടന്ന് തല്ലുകൂടുകയും സവർണർ ഇത് തുടക്കി വെച്ച് ഇതിനാക്കം കൂട്ടിയ സവർണർ അങ്ങോട്ട് മാറി എന്ന് ഇത് കാണുകയും ചെയ്യും. അതായത് അവർണർ തമ്മിലുള്ളതാണ് യഥാർത്ഥ ജാതി പ്രശ്നം എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നമുക്ക് കാണാൻ കഴിയും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം നവയാന എന്ന് പറഞ്ഞൊരു പബ്ലിക്കേഷൻസ് ഉണ്ട്. ജാതിയെക്കുറിച്ചൊക്കെ ഗംഭീരമായിട്ട് എഴുതുന്ന ഒരു സവർണനാണ് അതിൻ്റെ മുതലാളി.
അപ്പം അങ്ങനെ ജാതിയെക്കുറിച്ചൊക്കെ എഴുതുകയും ദളിതരെ കൊണ്ടൊക്കെ എഴുതിക്കുക, ദളിത് എഴുത്തുകൾ വരെ, ദളിത് വൈജ്ഞാനിക അല്ലെങ്കിൽ ദളിത് നറേറ്റീവ്സൊക്കെ കൊണ്ട് ഒരുപാട് അങ്ങനെ ഭയങ്കര ഇത് കൊടുത്തത്. പക്ഷേ അദ്ദേഹം എപ്പോഴും ഈ നവയാന പബ്ലിക്കേഷൻസിൽ എപ്പോഴും ഒരു ജാതി കലാപത്തെക്കുറിച്ചൊരു ഭയങ്കര റിപ്പോർട്ട് വന്നപ്പോഴത്തേക്ക് ഖൈർലാഞ്ചി മാസക്കറാണ് ഭയങ്കരമായിട്ട് ഒരു പൊക്കി പിടിച്ചത്. എന്താണ് ഈ ഖൈർലാഞ്ചി മാസക്കർ എന്ന് പറഞ്ഞാൽ, ഈ ഖൈർലാഞ്ചി മാസക്കറിൽ അത് പെർപ്പട്രേറ്റ് ചെയ്തത് OBCകളും അതിന് ഇരയായ ദളിതരോട്. അതായത് അപ്പോഴും ഈ ആനന്ദ് നവയാനയ്ക്ക് അപ്പോഴും ഈ ഖൈർലാഞ്ചി മാസക്കർ വലിയ പ്രശ്നമാകുന്ന അവർണർ തമ്മിൽ ഒരു തർക്കം വരും. കാരണം അപ്പോൾ OBCകളും നമുക്കറിയാം, OBCകളും ദളിതരും തമ്മിൽ ജാതി വ്യവസ്ഥ എന്ന് അങ്ങനെയാണല്ലോ, എപ്പോഴും തൻ്റെ തുല്യമല്ല എന്ന് കാണലാണ്. അതിപ്പം സവർണർ അവർണറോട് കാണിക്കുന്ന അവർണറോടും കാണിക്കും. അപ്പോൾ അതിന് ദളിതരോടും കാണിക്കും. അതായത് OBCകൾ ദളിതരോട് കാണിക്കും, ദളിതരോട് കാണിക്കും, അങ്ങനെ തട്ടായിട്ടാണല്ലോ ഇരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സാധനം ഖൈർലാഞ്ചി മാസനെ പൊക്കി കൊണ്ടുവന്നതിന് പിന്നിൽ അതൊരു പോയിന്റ്. രണ്ട്, ഈ പലപ്പോഴും ഇതിലൊക്കെ എഴുതുന്ന ദളിതർ നോക്കിക്കഴിഞ്ഞാൽ ഒരു പൊതു നറേറ്റീവ് പറയാം, അവിടെ നിന്ന് മോശക്കാരെന്നിട്ട് ഞാൻ പറയുന്നില്ല, പക്ഷേ പൊതു നറേറ്റീവായിട്ട് വരും. പക്ഷേ അതേ സമയത്ത് ഇപ്പം നന്നായിട്ട് എഴുതുന്ന പ്രസംഗിക്കുന്ന ആ എഴുത്ത് പ്രസംഗമൊക്കെ നമ്മൾ ഏറ്റുപിടിക്കും. പക്ഷേ അദ്ദേഹം ഒന്ന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ചേർന്ന് തൻ്റെ ഡ്യൂ ഷെയർ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി അദ്ദേഹം ഭയങ്കര ഭീകരവാദിയായിട്ട് മാറും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സണ്ണിമാഷിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ, സണ്ണിമാഷിനെ പൊക്കി പറയുന്ന, സണ്ണിമാഷ് തങ്കക്കൂടമാണെന്ന് പറയുകയും കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിലടക്കം ഷെയർ ചെയ്യുന്നവർക്ക് ഇപ്പം സണ്ണിമാഷിന് സണ്ണിമാഷ് അത് UDF തിരഞ്ഞെടുത്ത് ശരിയായിപ്പോയില്ല, UDFൻ്റെ നിലപാടെന്താണ്, മറ്റേ നിലപാടെന്താണ്, മറിച്ച നിലപാടെന്താണ് എന്ന് പറയുമ്പം സണ്ണിമാഷിനെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല, ഒരു പിന്തുണയും കൊടുക്കുന്നില്ല. അപ്പോൾ പുള്ളിക്ക് ഒരുവിധം പിന്തുണ കിട്ടി ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നിയ ഒരു മുന്നണിയോട് മുന്നണി ഇങ്ങോട്ടെന്ന് പറയുന്നു, പുള്ളി അതിന് കൊടുക്കുന്നു. ചർച്ച നടന്നുകൊണ്ട് ഇപ്പോഴും തീരുമാനമായിട്ടില്ല. തീരുമാനം ആവുന്നതിന് മുമ്പ് തന്നെ ഇവിടെ അങ്ങോട്ട് വേണം തുടങ്ങി. ഇനി മറ്റേ കാര്യത്തിൽ സണ്ണിമാഷിന് എന്ത് നിലപാടെടുക്കും, നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ സണ്ണിമാഷിനെ നമ്മൾ നിരന്തരം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും. അതായത് എപ്പോഴും അവർണർ അല്ലെങ്കിൽ OBCകളും ദളിതർ ഇങ്ങനെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കണം, ചോദ്യങ്ങൾ ഇങ്ങനെ അവരെ നേരെ ചോദിക്കും. ഈ സവർണരോടൊന്നും നമുക്കൊന്നും ചോദിക്കാനുമില്ല, അവരെ കൊണ്ടൊന്നും പറയിക്കാനുമില്ല. ഇത് ഒരു സാധനം നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഇപ്പം നമ്മൾ ഈവൻ യുക്തിവാദ ഇതെടുത്ത് പോയിക്കഴിഞ്ഞാൽ, യുക്തിവാദത്തിൽ സർക്കിളിൽ പോയി സംസാരിക്കുന്ന ദളിതർ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ അവരെപ്പോഴും വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ ചില ദളിത് വിഷയങ്ങൾ പറയാൻ വേണ്ടി മാത്രം ഇങ്ങനെ വിളിക്കുന്നതാണ്. അതായത് ഇപ്പം സംവരണത്തെക്കുറിച്ച്, ജാതി വിവേചനത്തെക്കുറിച്ച്. ദളിതരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ അവരുടെ ഇപ്പം നമ്മളറിയാം, ഈ കല എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ നമ്മുടെ ആസ്വാദനം എന്ന് പറഞ്ഞാൽ പലപ്പോഴും സവർണവൽക്കരിക്കപ്പെട്ട് പോവുകയും, എന്നാൽ ദളിത് കലകളും കാര്യങ്ങളും പറയുമ്പോൾ അതൊരു എന്താണ് വിവേചനത്തിൻ്റെയും അവരുടെ അനുഭവത്തിൻ്റെയും അവരുടെ ദുഃഖത്തിൻ്റെയും ഒക്കെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവരും കല ആസ്വദിക്കുന്നവരാണ്, അവർക്കും എഴുത്തുകളുണ്ട്, വൈജ്ഞാനികതയുണ്ട്, ഇതെല്ലാം ഉണ്ട്. അതിനേക്കാൾ ഉപരി എപ്പോഴും ദളിതരുടെ കഥ പറയുമ്പോൾ കഥകളായിരിക്കും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സവർണരുടെ പണ്ടലത്തിൽ വരുമ്പോഴത്തെ ഭയങ്കര ആസ്വാദനത്തിൻ്റെ, എൻജോയ്മെൻറ്റ്, കഥ, പാട്ട്, ഡാൻസ്, ഇതൊക്കെ ഈ ഒരു ഇതിലൂടെ നമ്മൾ തന്നെ യുക്തിവാദത്തെ നോക്കി കാണാൻ പറ്റും നമുക്ക്. ഇപ്പോൾ വേറൊരു ഉദാഹരണം പറയുന്നത്, ഈ അടുത്തിടെ നടന്ന ഒരു പ്രമുഖ യുക്തിവാദ പരിപാടിയിൽ MN കാരശ്ശേരി പങ്കെടുക്കുകയും, അപ്പം പ്രശ്നം എന്ന് പറഞ്ഞാൽ MN കാരശ്ശേരിയോട് ചോദ്യം ചോദിക്കുക, MN കാരശ്ശേരി ഉത്തരം പറയുന്ന മോഡലിലേറെ ചോദ്യം. അപ്പോൾ അതിലൊരു സവർണൻ എഴുന്നേറ്റൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അദ്ദേഹം വളരെ ഫ്ലിംസി ആയിട്ടുള്ളൊരു ആൻസർ അദ്ദേഹം കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ TS ശ്യാംകുമാർ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യും, അവരുടെ ഉത്തരത്തെ ചോദ്യം ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഈ MN കാരശ്ശേരിയും ശ്യാമും തമ്മിൽ തർക്കം നടക്കുകയും അവസാനം MN കാരശ്ശേരി പറയുന്ന, നിങ്ങളുടെ രോഷം ഞാൻ ഉൾക്കൊള്ളുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതായത് അവർണരൊക്കെ എന്തെങ്കിലും ചോദ്യം ചോദിക്കുക, OBCയായാലും ദളിതരായാലും ചോദ്യം ചോദിക്കുക, അതെല്ലാം അവരുടെ രോഷപ്രകടനമാണ് പായിട്ട് വരുന്ന ഒരു സാധനം. പക്ഷേ അൾട്ടിമേറ്റ്ലി അവിടെ നടന്നത് എന്ത് തന്നെയായാലും പിന്നെ തല്ലുകൂടുന്നതും തർക്കവും ബോളം നടക്കുന്നത് MN കാരശ്ശേരിയും ഡോക്ടർ TS ശ്യാംകുമാറും തമ്മിൽ, രണ്ട് അവർണർ തമ്മിലുള്ള തർക്കമായിട്ടിരിക്കുന്നു. ഇവിടെ ചോദ്യം ചോദിച്ചാൽ സവർണനെ അവിടെ കാണാനില്ല, ആ വേദിയിലുണ്ടായിരുന്ന മറ്റ് സവർണനെയും കാണാനില്ല. ഇങ്ങനെ ഒരു സംഘം നമുക്ക് കാണാൻ പറ്റും. അതായത് എപ്പോഴും സവർണർ ഭയങ്കര പ്രസംഗം നടത്തി ഭയങ്കര സയൻസൊക്കെ പ്രചരിപ്പിച്ച്, യുക്തിവാദമൊക്കെ പ്രചരിപ്പിച്ച് അങ്ങനെ പോകുന്ന ആൾക്കാർ. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ദളിതർ വിളിക്കുമ്പോഴും OBCകളുടെ എണ്ണം വളരെ കുറവാണ്. മാത്രമല്ല OBCകളൊക്കെ വന്ന് എങ്ങനെ ഉയർന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ പുറത്ത് അടിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു സാധനം. കാരണം ഈ OBCകൾ നമുക്കറിയാം, ഈ നമ്മുടെ സോഷ്യൽ ഡിവിഷൻ എടുക്കുമ്പോഴത്തേക്ക് ഈ ഡിവിഷൻ നോക്കുമ്പോൾ എല്ലാ സവർണരും അവർണരുമാണ്. പക്ഷേ ഈ പൊളിറ്റിക്കൽ പൊസിഷൻ, പവർ പൊസിഷൻ നോക്കുമ്പോഴത്തേക്ക് എല്ലാം തുല്യരല്ല. പക്ഷേ OBCകൾ കുറച്ചൊന്ന് പൊങ്ങിയാണ്. അപ്പോൾ തന്നെ ഈ അവർണർ ഒന്നിച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പവർ ഇക്വേഷൻസ് മൊത്തം മാറ്റിമറിക്കാൻ പറ്റും. അപ്പോൾ എപ്പോഴും OBCകൾ വന്നു കഴിഞ്ഞാൽ അതാണ് അവരുടെ പ്രായം, അതിനെ അവർക്ക് സവർണർ ഭയക്കുന്നുണ്ട്. അതായത് പ്രതീക്ഷ പറയുന്നത് പിന്നാക്കക്കാരും ദളിതരും തമ്മിലുള്ള പ്രശ്നമാക്കി എല്ലാത്തിനെയും മാറ്റാനായിട്ട് ഉള്ളൊരു ശ്രമം യുക്തിവാദികൾ ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അതിപ്പോൾ നിങ്ങൾ ഇപ്പം ഈവൻ നമ്മൾ യുക്തിവാദി എന്ന് സ്വയം അടയാളപ്പെടുത്താത്ത രവിചന്ദ്രാദി എസൻസ് വാദികളോട് ചോദിച്ചാലും അവർ പറയുന്ന നിങ്ങൾ ഈഴവർ ദളിതരോട് പെരുമാറുന്ന കണ്ടില്ലേ, ദളിതർ മറ്റേ ആദിവാസിയുടെ അവിടെ വയനാട്ടിൽ ആദിവാസികൾ മറ്റേ അവരോട് പെരുമാറുന്ന കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് സവർണർ അവർണരോട് ചെയ്യുന്ന
ഇതിനെക്കുറിച്ച് മിണ്ടൂല. ഇപ്പം നമ്പൂതിരി നായരോട് എങ്ങനെയാണ് പെരുമാറുന്നത്, അവരെങ്ങനെ കാണിക്കുന്നത്, അതൊന്നും മിണ്ടത്തില്ല. നമ്മുടെ ഡ്യൂ ഷെയർ ചോദിക്കുമ്പോൾ, നമ്മൾ അവരുടെ ഇത് ജാതി വിവേചനം ചോദിക്കുമ്പോൾ എപ്പോഴും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോടനെ നേരെ ഈഴവർ പുലയരോട് എങ്ങനെ പെരുമാറുന്നു, പുലയർ ഉള്ളാടന്മാരോട് എങ്ങനെ പെരുമാറുന്നു, കുറിച്യർ മറ്റവരോട് എങ്ങനെ പെരുമാറുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ചോദ്യം എപ്പോഴും ഈ പിന്നോക്കക്കാർ തമ്മിലുണ്ട് ഒരു ഫ്രിക്ഷൻ കൂട്ടിക്കൊണ്ടിരിക്കുക അവർ. യുക്തിവാദി പ്രസ്ഥാനങ്ങളിലെ പ്രമുഖരായിട്ടുള്ള ദളിത് പിന്നാക്ക നേതാക്കന്മാരൊക്കെയാണ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ യുക്തിവാദി എന്ന് പറഞ്ഞിട്ട് സ്വയം യുക്തിവാദി എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തിയ യുക്തിവാദി പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടല്ലോ. യുക്തിവാദി എന്ന് സ്വയം പറയുന്നവരുണ്ട്, യുക്തിവാദി പ്രസ്ഥാനങ്ങളുണ്ട്, അതിൽ പ്രഭാഷകരുണ്ട്, എഴുത്തുകാരുണ്ട്. അപ്പൊ പ്രഭാഷകരെ ലിസ്റ്റ് എടുത്താൽ നമുക്ക് യുക്തിവാദി സ്വയം അടയാളപ്പെടുത്തില്ലെങ്കിലും വ്യവസ്ഥാപിതമായ മതജാതി ദൈവസങ്കല്പങ്ങളിൽ നിന്ന് മാറി നടക്കുന്ന ഡോക്ടർ ടി എസ് രാംകുമാറിനെ നമുക്ക് പറയാൻ പറ്റും, സണ്ണി എം കബീറിനെ പറയാൻ പറ്റും, കെ എസ് മാധവനെ പറയാൻ പറ്റും. പിന്നെ നമ്മുടെ പറയേണ്ട മറ്റൊരു പേരുണ്ട്. പുള്ളി ഒരു ഒബീസിയാണ്, പക്ഷേ പുള്ളി പ്രഭാഷണ രംഗത്തൊന്നുമില്ല. പക്ഷേ കേരളത്തിൻ്റെ യുക്തിവാദ ചരിത്രം ഏറ്റവും ഇസായിട്ട് അറിയാവുന്ന, കൃത്യമായിട്ട് ഓരോ സംഘടന എന്തുകൊണ്ട് പിളർന്നു, ആ സംഘടന എന്തായിരുന്നു പ്രശ്നം, കൃത്യമായി ഈവൻ ഇസ്ലാമോഫോബിയ പോലും കൃത്യമായ ധാരണയുള്ള ഒരാളാണ് ബെൻസ്രി എന്ന് പറഞ്ഞ ഒരാൾ. പക്ഷെ പുള്ളി എപ്പോഴും ഈ പുറത്തേ നിൽക്കൂ. പുള്ളി ഒരു പ്രഭാഷണത്തിന് കൊണ്ടുവരുത്തി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചരിത്രവും നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ പുള്ളി പൊതുവെ ഒരു ഇൻട്രോവേർട്ട് ടൈപ്പാണ്. പുള്ളി അങ്ങനെ വരാറില്ല. പുള്ളിക്ക് എപ്പോഴും ഇത് എടുത്ത് ആൾക്കാരെ എത്തിക്കുക, ഈ അറിവ് എത്തിക്കുക എന്നുള്ള ഒരു പ്രവർത്തകനായിട്ടാണ് പുള്ളി തോന്നിയിട്ടുള്ളത്. അപ്പം നമുക്ക് ബാൻസ്രിക്ക് കൂടുതൽ അവസരങ്ങൾ യുക്തിവാദി പ്രസ്ഥാനങ്ങൾ കൊടുക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും കൊടുക്കേണ്ടതാണ്. നമ്മൾ കുറച്ച് ഞാൻ പുള്ളിയോട് തന്നെ നേരിട്ട് പലപ്പോഴും പറഞ്ഞു, നിങ്ങളൊന്നും കാര്യങ്ങളൊക്കെ പറയണം. ഇപ്പോൾ പുള്ളി ഞാനുമായിട്ട് തർക്കം തന്നെ ഉണ്ട്. ഞാൻ ഇസ്ലാമോഫോബിയ എന്ന വിഷയത്തിൽ പ്രഭാഷണം തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തെന്ന ആളാണ്. ഒരുപാട് ഈവൻ സിയാവുദ്ദീൻ സർദാറിൻ്റെ പുസ്തകമാണെന്ന് പുള്ളിയാണ് എനിക്ക് സജസ്റ്റ് ചെയ്ത് തന്നത്. ഇങ്ങനൊരു ബുക്കുണ്ട്. അപ്പോൾ ഇൻ്റർനാഷണൽ ഇസ്ലാമോഫോബിയെക്കുറിച്ച് അറിയാൻ പറ്റിയ ബുക്കാണ്. പിന്നെ അതുപോലെ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ചുള്ള കുറേ കാഴ്ചപ്പാടുകൾ മാറ്റാൻ പുള്ളി എന്നെ സഹായിച്ചിട്ടുണ്ട്. ഈവൻ ഓരോ സംഘടന, ഇപ്പോൾ കേരള യുക്തിവാദ സംഘം പിളരുന്നു, ഫ്രീ തിങ്കേഴ്സ് മീറ്റുമായിട്ട് ബന്ധപ്പെട്ട് എസൻസ് ഉണ്ടാകുന്നതൊക്കെ ഫുൾ ഹിസ്റ്ററി ഏറ്റവും ഇസഡ് പുള്ളി പറഞ്ഞു. പക്ഷെ പുള്ളിയെ വരാത്തതാണോ വരുത്തിക്കാത്തതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും പുള്ളിയെ പലപ്പോഴും ചോദിക്കുമ്പോൾ പുള്ളി പലപ്പോഴും സ്വയം മാറിയിരിക്കുന്നു. ഇപ്പം ദളിത് നേതാക്കന്മാരെ, ദളിത് സ്പീക്കേഴ്സിനെ, അതേപോലെ പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള പ്രഭാഷകരൊക്കെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്നതിന് യുക്തിവാദി പ്രസ്ഥാനങ്ങൾ തടസ്സം ആയിട്ട് നിൽക്കാറുണ്ട്. അങ്ങനത്തെ അനുഭവം അത് ഡയറക്റ്റ് തടസ്സമായിട്ടൊന്നും നിൽക്കില്ല. അപ്പം നമ്മളവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രത്യേക മേഖലയിലേക്ക് ചുരുക്കി അത് മാത്രം പറഞ്ഞാൽ മതി, അതിൽ നിന്ന് നിങ്ങൾ അങ്ങ് കൂടുതൽ വളരുക എന്നുള്ള ഒരു ലെവലാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ സയൻസ് പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയൻസിൻ്റെ ഒരു വേദി വന്നു കഴിഞ്ഞാൽ അവരാരും അവിടെ കാണില്ല. എപ്പോഴും ഇപ്പോൾ സംഭരണത്തെക്കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കണം. അപ്പോൾ ഞാനൊക്കെ സത്യം പറഞ്ഞാൽ ഞാൻ സംഭരണത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് സണ്ണിമാഷിൻ്റെ ഒരു പ്രഭാഷണത്തിൽ നിന്നാണ്. കാരണം സണ്ണിമാഷിൻ്റെ പ്രഭാഷണം കേട്ടപ്പോൾ, അതായത് ഒരു ട്രിവാൻഡ്രത്ത് നിന്ന് വർക്കല വരെയുള്ള ട്രെയിൻ യാത്രയിൽ വെറും 48 മിനിറ്റുള്ള ആ ട്രെയിൻ യാത്രയിലാണ് ആക്ച്വലി ഇതായിരുന്നു സംഭരണം എന്ന്. ഞാൻ പലപ്പോഴും നമ്മൾ ഈ സംഭരണം വാങ്ങി ജോലി കിട്ടിയതുകൊണ്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ നീ വലിയ യുക്തിവാദമൊക്കെ പറഞ്ഞിട്ട് സംഭരണം വാങ്ങിച്ചത് നീ ആ സമുദായ സംഘടനയിൽ പോയി പ്രവർത്തിച്ചാൽ മതി എന്ന് ഒരുപാട് കമ്മ്യൂണിസ്റ്റുകളടക്കം എന്നോട് വിമർശിച്ചു. അപ്പോൾ ഞാൻ തിരിച്ച് ഇവർക്ക് എന്താ മറുപടി കൊടുക്കണമെന്ന് പറഞ്ഞ് തപ്പിയാണ് എനിക്ക് യാദൃശ്യമായിട്ട് എൻ്റെ ഒരു സുഹൃത്ത്, ആ സജസ്റ്റ് ചെയ്ത സുഹൃത്തുടെ സംഭരണമാണെങ്കിൽ കൂടി അപ്പോഴാണ് ഞാൻ ഈ സംഭരണത്തെക്കുറിച്ച് മനസ്സിലാകുക. അപ്പോഴും എൻ്റെ സംശയം, യുക്തിവാദികൾ എന്തിനാണ് നമ്മൾ സംഭരണം മേടിക്കുന്നതെന്നൊരു ചിന്തയാണ്. അപ്പോഴാണ് സി വിശ്വനാഥൻ്റെ ഒരു വീഡിയോ കാണുക. അപ്പോൾ അങ്ങനെയാണ് അതുവഴിയാണ് ഞാൻ ഇതിലേക്കൊക്കെ എത്തുന്നത്. പക്ഷേ ഈ സണ്ണിമാഷിനെ ഒരു പൊളിറ്റിക്കൽ സയൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് റാങ്ക് ഹോൾഡറാണ്. നമ്മൾ ആ ഒരു വിഷയത്തിൽ നിന്നും പുള്ളിയെ അങ്ങനെ ഏതെങ്കിലും യുക്തിവാദ സംഘടന വിളിച്ചത് പ്രതീക്ഷ പറയുന്നത് ദളിതരും പിന്നാക്കക്കാരും സംസാരിക്കേണ്ട ചില ഏരിയകൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് പുറത്തേക്ക് ദളിത് പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ സംസാരിക്കേണ്ടതില്ല എന്നുള്ള സ്ത്രീ പ്രശ്നം ചർച്ച ചെയ്യാൻ സ്ത്രീകളെ വിളിക്കുക, അതേപോലെ അങ്ങനെയാണ്. പക്ഷെ അതിലൊരു ചെറിയ മാറ്റമുള്ളത്, ഇപ്പോൾ ഈ അടുത്തിടെ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന പരിപാടിയിൽ കുറച്ച് സ്ത്രീകളൊക്കെ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പ്രശ്നം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് 11 പേരുണ്ട്, 11-12 പേരുണ്ട്. അതിൽ 8 എനിക്കറിയാവുന്ന 8 പേര് സവർണരാണ്. അപ്പം ഈ കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തില് സവർണ വിഭാഗത്തിൽ നിന്ന് ആളുകളാണോ കൂടുതലുള്ളത്? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അറിയത്തില്ല ഇവർക്ക് സവർണറാണ് ആരും, പക്ഷെ നമുക്ക് മനസ്സിലാവും അവർ സവർണറാണ്. പറഞ്ഞിട്ടൊന്നുമില്ല, വാലൊന്നും വെക്കൂല. പിന്നെ വാല വെച്ചിട്ട് മറച്ചു വെക്കുന്നവരുണ്ട്. വെറും അക്ഷരം കൊണ്ട് മാത്രം വാല് കൊണ്ട് കിടക്കുന്ന ആൾക്കാരുണ്ട്. നമുക്കറിയത്തില്ല. പിന്നെ നമ്മളിത് പറയും, ഇങ്ങനെ അവരുടെ ഇതിൽ നിന്ന് സവർണനാണെന്നൊക്കെ മനസ്സിലാവും. പിന്നീട് കൂടുതൽ അന്വേഷിക്കുമ്പോഴത്തേക്ക് ഈ ഒരു സവർണ വിഭാഗത്തിൽ നിന്നുള്ള നേതാക്കന്മാരുടെയും പ്രഭാഷകരുടെയും പ്രവർത്തകരുടെയും എണ്ണം കൂടുതലുകൊണ്ടാണോ ഈ യുക്തിവാദി പ്രസ്ഥാനങ്ങള് സംവരണത്തിനെതിരെ നിലപാടെടുക്കാൻ? പൊതുവെ സംവരണ വിരുദ്ധരായിട്ട് കണ്ടിട്ടുണ്ട്. എല്ലാവരും ആവണമെന്നൊന്നുമില്ല. പക്ഷെ എങ്കിലും ഏതെങ്കിലും സംഘടന സംവരണത്തിനെതിരെ നിലപാടെടുത്തിട്ടുണ്ടോ? എനിക്കറിയില്ല. സംഘടനയായിട്ട് സംവരണത്തിനെതിരെ പറഞ്ഞാൽ ഇപ്പൊ വേണമെങ്കിൽ എസൻസ് ഗ്ലോബൽ പൊതുവെ സംവരണ സംഘടന നമ്മൾ കണക്കിലെടുക്കുന്നില്ല. പക്ഷെ എങ്കിലും സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല യുക്തിവാദി പ്രസ്ഥാനങ്ങളിലെ ആളുകളും
പല നേതാക്കന്മാരും എതിരെ പോലെ നമുക്ക് തോന്നാറുണ്ട്. അത് രണ്ട് രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. അവർ നോക്കുമ്പോൾ നമ്മൾ യുക്തിവാദി എന്ന് പറഞ്ഞാൽ ജാതിക്കെതിരെ മതത്തിനെതിരെ സംസാരിക്കുന്നത്, പിന്നെ എന്തിനാണ് നമ്മൾ സംവരണം വാങ്ങിക്കുന്നത്, ആ ഒരു ചിന്തയുണ്ട്. പിന്നെ അതല്ലാതെ തനിക്ക് തൻ്റെ അധികാരം നഷ്ടപ്പെടുന്ന സവർണ വേദനയും ഇതിനകത്ത് ഉണ്ട്. ശരി. ഇത് എപ്പോഴെങ്കിലും ഏത് കാലത്താണ്, എന്തെങ്കിലും പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് യുക്തിവാദി പ്രസ്ഥാനം എന്ന് പറയുന്നത് ജാതി വിരുദ്ധ പ്രസ്ഥാനങ്ങളുടെ പ്രധാനപ്പെട്ട ആളുകളായിരുന്നു അവർ. അതിന്റെ ജാതി വിരുദ്ധ പ്രവർത്തനം തന്നെ യുക്തിവാദത്തിന്റെ ഭാഗമായിരുന്നു. പിന്നീട് എപ്പോഴാണ് അത് ആരെങ്കിലും ട്രാക്ക് ചെയ്തിട്ടുണ്ട് ഏത് കാലത്താണ് അത് സംഭവിച്ചത്? അത് പറയാൻ പറ്റിയ ആൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ വെൻസ്ലി ആയിരിക്കും അതിന് പറ്റിയ ആൾ. എങ്കിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഇപ്പം ഞാനൊക്കെ അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റാണ്, സോഷ്യൽ മീഡിയയുടെ ഒരു പ്രൊഡക്റ്റ്. അപ്പം സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി എന്ന് വെച്ചാൽ അവിടെ ഇവിടെയൊക്കെ കിടന്ന ഈ സവർണ യുക്തികളെല്ലാം കൂടെ ഒന്നിച്ചു കൂടാനും കുഞ്ഞിനെ കൊണ്ട് നമുക്ക് താളുണ്ടെന്ന് കാണാനും അങ്ങനെ വന്നപ്പോഴത്തേക്ക് ചിലപ്പോൾ അപ്പം നമുക്ക് തോന്നിയതായിരിക്കും. ഈ സോഷ്യൽ മീഡിയ കാലത്ത് യുക്തിവാദി പ്രസ്ഥാനത്തിൽ പ്രത്യേക ഒരു ഉണർവുണ്ടായിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവനൊന്നും തോന്നും. പക്ഷെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിൻ്റെ 1% പോലും ഇപ്പോഴും യുക്തിവാദികളായിട്ടില്ല. എങ്കിൽ പോലും ഈ സോഷ്യൽ മീഡിയ വന്നുണ്ടായ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ വർക്കല, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട് അവിടെ ഇവിടെയൊക്കെ സ്കാറ്റേഡ് ആയിട്ട് കിടന്ന ആൾക്കാരെ ഒന്ന് കൂട്ടി യോജിപ്പിക്കാൻ ഈ സോഷ്യൽ മീഡിയ സഹായിച്ചിട്ടുണ്ട്. ഈ പുതിയ ടെക്നോളജി ഉപയോഗിച്ചിട്ട് പ്രചാരം ആരംഭിച്ചത് എനിക്ക് തോന്നുന്നത് യുക്തിവാദി പ്രസ്ഥാനങ്ങളെ തോന്നുന്നു അല്ലേ? ഈ വീഡിയോ ഉപയോഗിച്ചുകൊണ്ട്. അതെ. അതായത് ഇവർ മൊത്തം ഇതിനെ നറേറ്റീവ് അങ്ങ് മാറ്റി എഴുതി. അതായത് സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ആ ഒരു എലമെൻ്റ് എടുത്ത് മാറ്റിയിട്ട് ഈ വിദ്യാഭ്യാസ പ്രവർത്തനം എന്നുള്ള ലെവലിലേക്ക്, അതായത് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട, ഈ ആൾക്കാർക്ക് ഇത് പറഞ്ഞു കൊടുക്കുക, ഈ അറിവ് ഇങ്ങനെ അത് വീഡിയോ വഴി. ഈ എസൻസ് ഗ്ലോബലിന്റെ വീഡിയോ അതാണ് കേരള ഫ്രീ തിങ്കേഴ്സ് ഫോറം മുമ്പേ തുടങ്ങിയെന്ന് വെച്ചാൽ അവരൊക്കെയാണ് അതിൻ്റെ അത് തുടങ്ങിക്കൊണ്ടുവരുന്നത്. അതായത് ഈ ബേസിക്കലി സാമൂഹ്യ പ്രവർത്തനമല്ല, ഒരു തുടർ വിദ്യാഭ്യാസ പ്രവർത്തനമാണ് യുക്തിവാദം എന്ന് പറഞ്ഞിട്ടാണ് അവരൊക്കെ വരുന്നത്. പൊതുവെ കണ്ടുവരുന്നത് അങ്ങനെയാണ് കണ്ടിട്ടുണ്ട്. അതെ. ഈ മറ്റൊരു പ്രശ്നം മതം എന്ന് പറയുന്ന പ്രശ്നം. അപ്പോൾ നമ്മൾ ജാതിയെക്കുറിച്ച് നമ്മൾ ഏകദേശം അതിനുള്ളിലുള്ള ജാതി എങ്ങനെയാണ്, ജാതി ആയി ബന്ധപ്പെട്ടുള്ള വിവേചനങ്ങളുടെ സമീപനം എന്താണെന്നാണ് നമ്മൾ ലഘുവായിട്ടൊരു ചർച്ചയിലൂടെ കടന്നുപോയത്. അടുത്തത് മതം എങ്ങനെയാണ്, മതം എന്ന് പറഞ്ഞ പ്രശ്നത്തെ കുറിച്ച് എങ്ങനെയാണ് അതിൽ ഇപ്പോൾ ഒരു ഭയങ്കര ഒരു തർക്കം നടക്കുന്ന നല്ലൊരു സമയത്താണ് നിങ്ങൾ ചോദ്യം ചോദിച്ചത്. ഇപ്പോൾ 2022 മാർച്ചിൽ നാസ്തിക് നേഷൻ എന്ന് പറഞ്ഞൊരു യുക്തിവാദ സംഘടന നടത്തിയൊരു മാനവീയം 22 എന്ന പരിപാടി ഞാനൊരു വിഷയം അവതരിപ്പിച്ചിരുന്നു. സാമാന്യവൽക്കരിക്കപ്പെട്ട അടിച്ചമർത്തൽ എന്ന് പറഞ്ഞാണ് ഞാനത് അവതരിപ്പിച്ചത്. അത് ഈ യുക്തിവാദ മണ്ഡലത്തിൽ നടക്കുന്ന അതായത് ബൗദ്ധിക അയിത്തം, ഇൻ്റലക്ച്വൽ അൺടച്ചബിലിറ്റിയെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ അത് വല്ലാട്ട് ആരും ഇങ്ങനെ കണ്ടേന്നു. ആകെ ഇപ്പോൾ ഇത്ര നാളായിട്ട് പോലും ഒൻകേക്ക് അടുത്ത് എന്തായിരുന്നു അതിൽ തടസ്സം എന്ന് പറഞ്ഞാൽ നമ്മൾ യുക്തിവാദ പ്രസ്ഥാനങ്ങൾ ഇപ്പോൾ ഓരോരുത്തരും അവരവരുടെ ഈ ഒരു സാധനമുണ്ട്. അതായത് ഈ അറിവുള്ളവർക്ക് കുറച്ചുകൂടി കൂടുതൽ ഈ അറിവുള്ള ആൾ പറയുന്നതാണ് ശരി എന്നുള്ള ലെവലിലേക്ക് പോകുന്ന ഒരു പ്രത്യേകതരം യുക്തിവാദത്തെക്കുറിച്ചൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അന്നത്തെ എൻ്റെ ഒരു വായനയും കുറിച്ചിട്ടാണ് ഞാൻ അവതരിപ്പിച്ചത്. പക്ഷെ അത് വേണ്ട ആരും ഇങ്ങനെ ചർച്ച ചെയ്തില്ല, പോട്ടെ. പക്ഷെ അന്ന് വേദി കേട്ടോണ്ടെല്ലാം ഭയങ്കരമായിട്ട് എന്നെ അഭിനന്ദിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അതോടുകൂടി ഞാൻ കള്ളനാണ് നുണയനാണെന്ന് പറഞ്ഞ് എനിക്കെതിരെയുള്ള പ്രചരണമൊക്കെ വഴി നടക്കട്ടെ. ഇപ്പോൾ ഈ കുറച്ചാൾ മുമ്പ് റിഡക്റ്റീവ് എന്ന് പറഞ്ഞ പുതിയൊരു ഗ്രൂപ്പ്, അപ്പോൾ അവർ കേരളത്തിൻ്റെ യുക്തിവാദ മണ്ഡലത്തിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ യുക്തിവാദം ഈ ചെറുപ്പക്കാരുടെ കയ്യിൽ ശോഭനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സി വിശ്വനാഥൻ അടക്കം വളരെ പ്രതീക്ഷയോടെ കണ്ട ഒരു ഗ്രൂപ്പാണ് റിഡക്റ്റീവ് ഗ്രൂപ്പ്. അപ്പോൾ അവർ ഈ അടുത്തിടെ ഡോക്കിൻസിൻ്റെ ബാധ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രഭാഷണം നടത്തി. അതിൽ അവർ കൃത്യമായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ മതവിമർശനം ഞാൻ പലപ്പോഴും നമ്മുടെ മതവിമർശനം എന്ന് പറഞ്ഞാൽ ഈ പ്രത്യേകിച്ച് ഈ ഇസ്ലാം മതവിമർശനം, ഈ ഒരു ഗ്രന്ഥം എടുത്ത് വയ്ക്കുക, ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇതാണ് മുസ്ലിങ്ങൾ അത് ചിന്തിക്കുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്റ്റൈൽ ഓഫ് വിമർശനമുണ്ട്. പിന്നെ മതം ഒരു വൈറസാണ്, അത് ഈ ആൾക്കാർ ഈ ഗ്രന്ഥം വായിക്കുമ്പോൾ ഈ വൈറസ് ആൾക്കാരുടെ തലയിലേക്ക് കയറുന്നു, അവർ പിന്നെ ഭീകരവാദികളായി മാറുന്നു. അങ്ങനെ ഒരു ഗ്രന്ഥമാത്ര വിമർശനം നടത്തി. അപ്പോൾ അത് ഈ ഡോക്കിൻസിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഈ റിച്ചാർഡ് ഡോക്കിൻസ് അറിയാമല്ലോ, റിച്ചാർഡ് ഡോക്കിൻസ് ആണ് ഈ മതം എന്ന് പറഞ്ഞൊരു വൈറസാണ്, ഈ വൈറസ് കിട്ടാൻ നമ്മൾ. അപ്പോൾ ഈ എസൻസിനൊക്കെ ആ ഒരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷേ അതേ സമയത്ത് ഈ പറയുന്ന നവനാസ്തികർക്ക് മാത്രമല്ല, ഈ ജ്ഞാനോദയം പിൻപറ്റുന്നു എന്ന് പറയുന്ന യുക്തിവാദികൾക്ക്, ജ്ഞാനോദയ പറയുന്ന ആ വാക്കുകളിൽ തെറ്റാണ്. കാരണം അവർ ജ്ഞാനോദയം ആദ്യം കൊണ്ടുവന്ന സഹോൻ അയ്യപ്പനാണെങ്കിൽ സഹോൻ അയ്യപ്പൻ്റെ രീതിയിലൊന്നും അല്ല ഇവിടുത്തെ യുക്തിവാദ പ്രവർത്തനം നടക്കുന്നത്, അത് നേരെ ഓപ്പോസിറ്റായിട്ടാണ്. അപ്പോൾ അവരും ഇതേ പാത പിന്തുടർന്നിട്ട് പുള്ളി വിമർശനാത്മകമായിട്ട് അവതരിപ്പിച്ചു. അപ്പോൾ സ്വാഭാവികമായി തന്നെ പെരുകനായിട്ട് വന്ന പൂരത്തെറികളായിരുന്നു. അതിൽ സി വിശ്വനാഥൻ മാത്രമാണ് ഒരു മറുപടി എന്ന നിലയിൽ പറയാൻ വന്നത്. നവനാസ്തികരുടെ പ്രശ്നം അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നത് ശരിയാണ്, പക്ഷേ യുക്തിവാദികൾക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, ഞങ്ങളെ ആ കൂട്ടത്തിൽ പെട്ടവരല്ല എന്നുള്ള രീതി പറഞ്ഞു. കാരണം ഇവർ റിഡക്റ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഈ യുക്തിവാദികളുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഒരാളിൻ്റെ
പേര് വയ്ക്കാതെ വെച്ചു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അവിടെ അന്ന് മറുപടി പറഞ്ഞില്ല. ഇപ്പോൾ രണ്ടാമത് റിഡക്റ്റീവ് മറുപടി പറയാൻ വേണ്ടിയിട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പോസ്റ്റുകൾ, അത് 3 പേരുടെ ഇ എ ജബ്ബാർ, ലിയാഖത്ത് അലി, ഫൗസിയ മല്ലശ്ശേരി 3 പേരുടെ ഇത് കാണിച്ച് എങ്ങനെയാണ് ഈ ഗ്രന്ഥമാത്ര വിമർശനം, അതായത് ഇപ്പം ഇസ്ലാം മതത്തോട് എത്ര ചേരുന്നു അത്രയും ഭീകരവാദികളെ മുസ്ലിങ്ങൾ മാറും, മുസ്ലിങ്ങൾ മനുഷ്യരായാൽ മതി, പ്രശ്നം തീരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേ ഈ ജബ്ബാറിൻ്റേതടക്കം, പിന്നെ ഈ മുസ്ലിങ്ങളെ വിശ്വസിക്കരുത്, ലവ് ജിഹാദ് പറ്റിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, പിന്നെ ഞാൻ മുൻ ഇൻ്റർവ്യൂവിൽ തന്നെ പറഞ്ഞ പോലെ ഫൗസിയ പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്, അതായത് ഈ ഓരോ രാജ്യത്ത് നിന്ന് ഇവരാണ് ചെന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വളരെ മലീഷ്യസ് ആയിട്ടുള്ള ഈ കൃത്യമായ ഇസ്ലാംഫോബിക്കായിട്ടുള്ള ഇതാണ്. ഇതെങ്ങനെയാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഫ്രെയിംവർക്കിലെ പ്രശ്നം, അതായത് കേരളീയ യുക്തിവാദം മുതൽ ഇസ്ലാംഫോബിക്കുള്ള ആ ഇസ്ലാംഫോബിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്രെയിംവർക്കിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നത്. പക്ഷേ ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഇവർ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ മറുപടി ഒന്നും പ്രോപ്പർ ആവാത്തത് കൊണ്ടും, പിന്നെ മാത്രമല്ല ഈ കമ്മ്യൂണിസത്തെക്കുറിച്ചുള്ള റിഡക്റ്റീവുടെ ധാരണ മാറ്റി. കാരണം നമുക്കറിയാം ഈ ആൾക്കാരുടെ എന്താണ് സോഷ്യൽ മെറ്റീരിയൽ ചേഞ്ചസ്, അതായത് ആൾക്കാരുടെ സാമൂഹ്യ ഈ പരിസരവും ഈ മെറ്റീരിയൽ ചേഞ്ചസ് മാറുന്ന അനുസരിച്ചാണ് സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്, കേവലമായ മതവിമർശനം കൊണ്ടല്ല. അപ്പം മതവിമർശനം എന്ന് പറയുന്നത് ആൾക്കാരുടെ ഭൗതിക സാഹചര്യം മാറുന്ന അനുസരിച്ച് കൂടെ പോകേണ്ട സാധനമാണ്, സെപ്പറേറ്റ് ആയിട്ട് പോകേണ്ട സാധനമല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് വികാസ്, പുള്ളിക്ക് കേരളത്തിൻ്റെ യുക്തിവാദ ഓരോ ചലനത്തെക്കുറിച്ചും കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ്. പക്ഷേ ഇദ്ദേഹത്തെ എവിടെയും ആരും വിളിച്ചിട്ടില്ല, കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. അദ്ദേഹം ഞാൻ SNT പ്രവർത്തിക്കുന്ന സമയത്ത് ആണ് ഞാൻ പുള്ളിയെ പരിചയപ്പെടുന്നത്. പിന്നീട് പുള്ളി നമ്മൾ ഈ ഓരോന്നോട് മനസ്സിലാക്കി അറിയാൻ പക്ഷേ ഇപ്പോഴും പുള്ളിക്ക് പല കാര്യത്തെക്കുറിച്ചും അറിയാൻ പറ്റുന്നില്ല. കാരണം പുള്ളി ഒരു പുള്ളി ആ കടയിട്ട് അങ്ങനെ പോവുക. പുള്ളി പല പ്രശ്നങ്ങളും ഇപ്പോൾ ഞാൻ അങ്ങോട്ടാണ് വിളിച്ചു പറഞ്ഞത് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പുള്ളി പലതും അറിയുന്നില്ല. കാരണം അത് പുള്ളിയുടെ സോഷ്യൽ പൊസിഷൻ, സോഷ്യൽ ലൊക്കേഷനായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ അപ്പോൾ അയാളുടെ ലൊക്കേഷൻ, ഇപ്പോൾ എനിക്ക് എന്തുകൊണ്ടാണ് എനിക്ക് ഇതിനറിയാൻ പറ്റുമെന്ന് പറഞ്ഞാൽ എൻ്റെ പൊസിഷൻ മാറി. ഇപ്പോൾ എനിക്ക് നല്ല ശമ്പളമുണ്ട്, അപ്പോൾ എനിക്കൊരു വണ്ടി പിടിച്ച് വർക്കലയിൽ നിന്ന് കോഴിക്കോട് വരാൻ വലിയ പാടൊന്നുമില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ഇവിടെ ചർച്ച ചെയ്യാം, ഞാൻ വളരെ സ്മൂത്തായിട്ട് സമാധാനത്തോട് ചർച്ച ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ഫിനാൻഷ്യൽ ആൻഡ് സോഷ്യൽ പൊസിഷൻ മാറിയതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ്. അപ്പോൾ ഇതാണ് റിഡക്റ്റീവ് വയ്ക്കുന്നൊരു വാദം. പക്ഷേ അതിനവർ കമ്മ്യൂണിസമൊക്കെ ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞു, ഓക്കെ നിങ്ങൾ കമ്മ്യൂണിസത്തെക്കുറിച്ച് വിമർശിക്കാം, കമ്മ്യൂണിസത്തോട് നിങ്ങളുടെ കാഴ്ചപ്പാട് പലതും മാറ്റാം. പക്ഷേ ഇപ്പോഴും റിഡക്റ്റീവ് ഉയർത്തിവിട്ട ഈ ഡോക്കിൻസിൻ്റെ വാദം എന്ന ഈ മതവിമർശനത്തിലെ പ്രശ്നം എന്താണെന്ന് ഇപ്പോഴും പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ പറ്റുന്നില്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് അത് സി വിശ്വനാഥൻ തൻ്റെ കൂട്ടത്തിൽപ്പെട്ടവരുടെ വംശീയതയും ഇസ്ലാമോബിയും ചോദ്യം ചെയ്തപ്പോൾ അത് അദ്ദേഹത്തിന് തള്ളിപ്പറയാൻ വയ്യ, തള്ളിപ്പറയാതിരിക്കുക. കാരണം അദ്ദേഹം തന്നെ മറ്റൊരു പ്രഭാഷണത്തിൽ പറയുന്നുണ്ട്, ഇ എ ജബ്ബാറിനെ ഇസ്ലാംഫോബ് എന്ന് വിളിച്ചാൽ ഇസ്ലാംഫോബിയുടെ ഡെഫിനിഷൻ മാറിപ്പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് ഇവർ കൃത്യമായിട്ട് ഇ എ ജബ്ബാർ ഇന്ത്യയൊക്കെ പ്രസ്താവന എന്തുകൊണ്ട് എത്രമാത്രം ഇസ്ലാംഫോബിക്കാണ് എന്നുള്ളത്. ഇ എ ജബ്ബാറിൻ്റെ ഇസ്ലാംഫോബി എന്താണെന്നാണ്? തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഇസ്ലാംഫോബിയ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹം ഇസ്ലാംഫോബിക്കാണ് എന്ന് പറയാൻ പറ്റും. ഇപ്പം നവനാസ്തികരുടെ എന്ന് പറഞ്ഞാൽ അവർ പ്രോപ്പറായിട്ട് കൃത്യമായിട്ട് അജണ്ടയോടുകൂടി ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ഇ എ ജബ്ബാറിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയാമല്ലോ, നമ്മൾ ഈ അപ്പോൾ അതിൽ ഡോക്കിൻസിൻ്റെ ബാധ അവർ പറയുന്നത് വെച്ചാൽ ഇപ്പം സംഖ്യകളുടെ തോളി കയറി ഇരുന്നുകൊണ്ട് സംഖ്യകളെ സേവിക്കണോ അതോ സംഖ്യകളെ തെറി വിളിച്ചുകൊണ്ട് സംഖ്യകളെ സേവിക്കണോ എന്നുള്ള തർക്കം മാത്രമാണ് ഇവിടെ കേരളീയ യുക്തിവാദത്തിൽ നടക്കുന്നതെന്നുള്ളതാണ് ഡോക്കിൻസിൻ്റെ ബാധയിൽ പ്രതീക്ഷ പറയാൻ ശ്രമിച്ചത്. എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഇ എ ജബ്ബാറിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇ എ ജബ്ബാർ പലപ്പോഴും കൃത്യമായിട്ട് ഞാനും അങ്ങനെ പുള്ളിയുടെ വിമർശനത്തെ ആ രീതിയിൽ കണ്ടിരുന്ന ഒരാളാണ്. പക്ഷേ നമ്മൾ ഈ കേരള നെറ്റ്വർക്ക് അഗൈൻസ്റ്റ് ഇസ്ലാമോഫോബിയ വന്നതിന് ശേഷമാണ് നമ്മളാണല്ലോ ഈ റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലൂടെയാണ് ഞാൻ മനസ്സിലാക്കിയത് എന്തുകൊണ്ടാണ് ഇദ്ദേഹം മനസ്സിലാക്കിയത്. ഇദ്ദേഹം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അതായത് ISIS ഭീകരവാദികൾ നബിയേക്കാളും മികച്ച മുസ്ലിങ്ങളാണ് എന്ന നിലയിൽ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഹാദിയ തിരിച്ച് അഖില ആയാൽ പ്രശ്നമെല്ലാം തീരും. അപ്പം ഹാദിയ അല്ലെങ്കിൽ അഖില ഹാദിയ ഇരിക്കുമ്പോഴാണ് പ്രശ്നം എന്ന് പറയുന്നുള്ള ചില വളരെ തീവ്രമായ ഇസ്ലാമോഫോബിയ. അന്ന് മാത്രമല്ല, ഹാദിയെ തിരിച്ച് അഖിലയാക്കാൻ വേണ്ടിയുള്ള ഒരു നവനാസ്തികയുടെ ശ്രമത്തെ ശ്ലാഘിച്ചുകൊണ്ട് ഈ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഹാദിയ തിരിച്ച് അകലെയാകുമ്പോൾ ഒരു ജാതി വ്യവസ്ഥയിലേക്കാണ് വരുന്നത് എന്നുള്ള കാര്യമൊക്കെ പുള്ളി മറന്നിട്ടാണ് ഇതിൽ എഴുതി വയ്ക്കുന്നത്. എന്ന് മാത്രമല്ല, ജബ്ബാറിനെതിരെ ഇത്രയും കൃത്യമായ ഇസ്ലാമോഫോബിയ പറഞ്ഞുള്ള വിമർശനം വന്നപ്പോൾ യുക്തിവാദികളെല്ലാം അവിടെ എന്നതാ കൊല്ലുന്നത്, അതുകൊണ്ട് ഞാൻ മതവിമർശനം നിർത്തുന്നു എന്ന ലെവലിൽ ഒരു മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ നിങ്ങളുടെ അടുത്തോട്ട് ആരും ഇസ്ലാം മതവിമർശനം നിർത്താനൊന്നും പറഞ്ഞില്ല, മതവിമർശനം നിർത്താനും പറഞ്ഞില്ല. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ തുറന്നു വെച്ചിരുന്ന ഈ യന്ത്രം എന്ന് പറയുന്നത് വംശീയതയുടെയും വെറുപ്പിൻ്റേതുമാണ്. അതൊന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഈ മതവിമർശനം എന്ന് പറഞ്ഞ രീതിയിൽ യുക്തിവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പൊതുവെ ഒരു വംശീയ തീർച്ചയായിട്ടും വിമർശനമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ വംശീയതയുടെയും വെറുപ്പിൻ്റെയും ആ മണ്ഡലത്തിൽ ഞാൻ പുറത്തിറങ്ങിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ ഒരു സമാധാനം. എന്തുകൊണ്ടാണ് യുക്തിവാദികളെ വംശീയതയിൽ മതവിമർശനം എന്ന പേരിൽ വംശീയത
ഇത്രമാത്രം പ്രചരിപ്പിക്കാൻ കാരണം? ഒന്നാമത്തെ കാര്യം, അവർ മതത്തെ കാണുന്നത് ഏകാത്മകമായിട്ടാണ്. അത് നമ്മളിപ്പം താങ്കൾ തന്നെ പറഞ്ഞ പോലെ കാര്യമുണ്ട്. അതായത് മതം എന്ന് പറയുന്നത് ദൈവശാസ്ത്രപരം മാത്രമല്ല, സാമൂഹിക ശാസ്ത്രപരം കൂടിയാണ്. ഇപ്പം തന്നെ ലോകത്ത് മുസ്ലിങ്ങളെല്ലാം നമ്മൾ പറയും, ഇപ്പോൾ ഒരു ഖുർആൻ, ഒരു പുസ്തകം, ഒരു ദൈവം, ഒരു നബി എന്നൊക്കെ കുറച്ച് ആചാരങ്ങൾ ഇന്ന് പറയുമ്പോഴും ലോകത്ത് ഇസ്ലാം പ്രാവർത്തികമാക്കുക പലതിനും പല തരത്തിലാണ്. അപ്പോൾ നമ്മൾ അവിടുത്തെ ഈ ഭരണവ്യവസ്ഥയും മറ്റ് സാമൂഹിക സാഹചര്യങ്ങൾ എങ്ങനെയാണ് അതനുസരിച്ചാണ് മതങ്ങൾ പ്രവർത്തിക്കുക. അപ്പോൾ അത് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു സാമൂഹ്യ ശാസ്ത്ര ഘടനയെ ഇവരെടുക്കാത്തത് കൊണ്ടാണ് ഇവരുടെ എല്ലാം ഇവരറിയാതെ ഈ വംശീയതാക്കുന്നത്. മറ്റൊരു പോയിന്റ് കൂടെ ഉണ്ട്. ഇന്ത്യയിൽ ഇസ്ലാം മത വിമർശനത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഹിന്ദു മത വിമർശനത്തെ ഇസ്ലാമോഫോബിയ കൊണ്ട് ഹിന്ദു സംഘടനകളൊക്കെ അത് മറികടന്നിട്ടുണ്ട്. പക്ഷേ ഇസ്ലാം മത വിമർശനത്തെ മറികടക്കാൻ ഇസ്ലാമിൻ്റെ കയ്യിൽ ഒരു ടൂളുമില്ല. അതുകൊണ്ട് കൂടിയാണ് നമ്മുടെ ഇവിടുത്തെ ഇസ്ലാം മത വിമർശനം എങ്ങനെ നടത്തിയാലും അത് ഇസ്ലാമോഫോബിക്കായി മാറിപ്പോകുന്നത്. അതുകൊണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഇസ്ലാം മത വിമർശനം നിങ്ങൾക്ക് നടത്തിയേ പറ്റൂ എന്നാണെങ്കിൽ ചെയ്യേണ്ടത് ഇതൊരു മനസ്സിലുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുന്ന ഈ ലോജിക്ക് വംശീയതയുടെയും വെറുപ്പിൻ്റെതാണ് എന്നുള്ള മനസ്സിലാക്കിയിട്ട് ഈ വംശീയതയുടെയും വെറുപ്പിൻ്റെയും ലോജിക്കുകളും തലച്ചോറിനകത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മതവിമർശനമൊക്കെ ഈസിയായി നടക്കും എന്നുള്ളതാണ്. യുക്തിവാദികളൊക്കെ വംശീയവാദികളാണെന്ന അഭിപ്രായം? അല്ല, മൊത്തം യുക്തിവാദികളെല്ലാം അടച്ച ആവശ്യമിച്ച് പക്ഷേ ഞാൻ മാത്രം നല്ല എന്നൊരു അഭിപ്രായമൊന്നും എനിക്കില്ല. അത് അവനെ പറയുന്നത് ശരിയല്ല. അങ്ങനെ അല്ലാത്ത യുക്തിവാദികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊന്നാണല്ലോ റിഡക്റ്റീവ് ഗ്രൂപ്പ് അവരത് പറയുന്നത്. വംശീയവാദികളല്ലാത്ത യുക്തിവാദികൾ തീർച്ചയായിട്ടും ഈ ഫ്രെയിം വർക്ക് ഉൾക്കൊണ്ടുണ്ട്. അതായത് വംശീയതയും വെറുപ്പിന്റെ ഫ്രെയിം വർക്ക് മാറ്റിവെച്ചുകൊണ്ട് മതവിമർശനം നടത്തേണ്ടതുണ്ട് എന്ന് പറയുന്ന ആളുകളും യുക്തിവാദി പ്രസ്ഥാനത്തിൽ ഇപ്പോൾ സജീവമായിട്ടൊക്കെ. അവര് ഇപ്പൊ ഈ പറയുന്ന എസൻസ് ഗ്ലോബൽ പോലെയുള്ള സംഘടനകളൊക്കെ മറികടക്കാൻ, അവരുടെ പ്രചാരവേലകളെ മറികടക്കാൻ സാധിക്കുമോ? ബുദ്ധിമുട്ടാണ്. കാരണം എസൻസ് ഗ്ലോബൽ എന്ന് പറയുന്നത് ഇത്രയും ഫുൾ ഫ്ലെഡ്ജ്ഡായിട്ട് ഫാൻ ഫെയറോട് നടത്തുന്ന പരിപാടിയൊക്കെ മറികടക്കാൻ പാടാണ്. പക്ഷെ എങ്കിലും എന്തുകൊണ്ടാണ് ഈ മറ്റ് പല സംഘടനകളും കാണാത്തൊരു രീതിയാണ്? ഇപ്പോൾ വലിയ പ്രചാരം നൽകുന്നു, അതേപോലെ ഒരുപാട് തരത്തിലുള്ള പ്രചരണ പരിപാടികളൊക്കെ കാണാൻ പറ്റും, വീഡിയോസ് പുറത്തിറങ്ങും, ഫീസ് വെച്ചുകൊണ്ട്. അതൊക്കെ ഒരു രസകരമായി തോന്നിയിട്ടുണ്ട്. കാരണം ആളുകൾ ഫീസ് കൊടുത്ത് അല്ലെങ്കിൽ അറിവ് നേടാൻ വേണ്ടി പൈസ കൊടുത്ത് പോവാന്നൊക്കെ പറയുന്നത് തന്നെ അത്ഭുതപ്പെടുത്തിയുള്ള ഒരു കാര്യമാണ്. കാരണം സാധാരണ ഇതിൽ നമ്മൾ ഒരു പരിപാടി നടത്തുമ്പോൾ ആളുകൾ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരുന്നത് കെട്ടിവലിക്കുന്ന ആളുകൾ. പക്ഷെ ഇത് നമ്മൾ നോക്കുമ്പോൾ എന്താ വെച്ചാൽ ധാരാളം ആളുകൾ കടന്നു വരുന്നുണ്ട്. അത് ബഹുജനങ്ങളുടെ നല്ല പിന്തുണ ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഈ പറയുന്ന പോലെ ഒരു വംശീയവാദത്തിന്റെ ഒരു ഘടകം പലപ്പോഴും അതൊന്ന് എനിക്ക് തോന്നുന്നത്, ഇപ്പം എസൻസ് ഗ്ലോബൽ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും ചെറുപ്പക്കാരാണ് എസൻസ് ഗ്ലോബലിലോട്ടൊക്കെ പോകുന്നത് കാണാൻ പറ്റും. അതായത് ചെറുപ്പക്കാരൊക്കെ അറിഞ്ഞോ അറിയാതെ ഒരു അരാഷ്ട്രീയത കടന്നു വന്നിട്ടുണ്ട്. ഈ അരാഷ്ട്രീയത എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഏതെങ്കിലും പാർട്ടിയെ പിൻപറ്റുന്നതല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത്. നമ്മുടെ ഒരു സാമൂഹിക ചിന്ത, നമ്മുടെ സമൂഹം പൊളിറ്റിക്സ് എന്താണെന്ന് മനസ്സിലാക്കുന്ന അങ്ങനത്തെ ഒരു തലമുറ. ഞാൻ തലമുറ മൊത്തത്തിൽ കുറ്റം പറയുന്നതല്ല, അങ്ങനെ അല്ലാത്ത ഒരുപാട് ചെറുപ്പക്കാരെ കൂടെ ഉണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഒരു ശതമാനം മാക്സിമം എത്ര സ്ട്രെച്ച് ചെയ്താലും ഒരു ശതമാനത്തിലൊക്കെ വരുള്ളൂ ഈ പോകുന്ന ആൾക്കാരൊക്കെ. നമുക്ക് തോന്നുന്നുണ്ട് ഒരുപാട് ആൾക്കാരും കൂടിപ്പോയെന്നുള്ളത്. അപ്പോൾ യുക്തിവാദി പ്രസ്ഥാനത്തിലുള്ള ഒരു വംശീയതയുടെ ഒരു ഘടകങ്ങൾ മത വിമർശനത്തിന്റെ ഭാഗമായിട്ടുണ്ട്. മതവിമർശനം വംശീയ പ്രവർത്തനമായി കൊണ്ടു നടക്കുന്ന ധാരാളം ആളുകളുണ്ടെന്നാണ്. അതായത് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ഇപ്പോൾ സംഖ്യകളുടെ തോളിൽ ഇരുന്നുകൊണ്ട് സംഖ്യകളെ പ്രകീർത്തിക്കുന്ന വീഡിയോകൾ, അതേസമയം സംഖ്യകളെ വിമർശിച്ചുകൊണ്ട് ഞാൻ സംഖ്യയല്ല എന്ന് പറഞ്ഞിട്ട് വിമർശിച്ചുകൊണ്ട് എന്നാൽ സംഖ്യയ്ക്ക് ആക്കം കൂട്ടുന്ന ലെവലിൽ ഈ ഇസ്ലാം മത വിമർശനം നടത്തിയോണ്ട് കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? ഞാൻ നടത്താറുണ്ടല്ലോ. അതായത് ഞാൻ നടത്തുന്നത് എങ്ങനെയെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾ ഞാനിപ്പോൾ ഇസ്ലാം ഫോബിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് മനസ്സിലാക്കി വന്നിട്ട് എന്നോട് ഇസ്ലാം മതത്തിൻ്റെ ഇപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ഇസ്ലാം മതം തിരഞ്ഞെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ ആൾക്കാർ അവർ പറയുന്ന വെച്ചിട്ട് എനിക്ക് വിമർശിക്കാൻ പറ്റുന്നുണ്ട്. അവരാരും എന്നെ ഒരു ഇസ്ലാം ഫോബായിട്ട് കാണുക. ചിലപ്പോൾ നമ്മുടെ സംസാരത്തിൽ ഇസ്ലാം വംശീയത കടന്നു വരാം, സ്വാഭാവികമാണ്. കാരണം നമ്മൾ വംശീയതയിലും വെറുപ്പിലും ഉപ്പിലിട്ട് കിടക്കുന്ന സമൂഹമാകുമ്പോൾ നമ്മൾ പോലും അറിയാം നമ്മളിലേക്ക് വരും. അപ്പോൾ നമ്മളത് ആ ലോജിക്ക് വിട്ടതോട് കൂടിയുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്കിത് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യുക്തിവാദ പ്രസ്ഥാനങ്ങളെ വംശീയതയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ശ്രമം ബോധപൂർവം കേരളീയ സമൂഹത്തിൽ നടക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മൾ ഈ വംശീയത മാത്രമല്ല, വെറുപ്പിൻ്റെയും വംശീയതയുടെയും കൂടി ഇന്നും മോചിപ്പെടുക്കേണ്ടത് ഓരോ യുക്തിവാദിയും, അതായത് സാമൂഹിക പ്രസ്ഥാനങ്ങൾ ഇപ്പം ഉണ്ടോ? ആകെ നമുക്കിപ്പോൾ ആകെ പറയാൻ പറ്റുന്ന പ്രസ്ഥാനമായിട്ടല്ലെങ്കിലും പ്രൊഡക്റ്റീവ് അത് നല്ലൊരു മൂവ്മെൻറ്റ്. പക്ഷെ അവരുടെ ഒരു പ്രശ്നമായിട്ട് പലർക്കും കാണുന്നത് അവർ ഇച്ചിരി ഇപ്പോൾ കമ്മ്യൂണിസത്തെ അവർ നേരത്തെ കണ്ടിരുന്ന പോലെ അല്ല ഇപ്പോൾ കാണുന്നത്. അതിൽ തമാശ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ അതിൽ പലരും 1-2 പേരെ വെച്ച് ബാക്കി എല്ലാവരും കമ്മ്യൂണിസ്റ്റ് എഴുതരായിരുന്നു. അപ്പോൾ അപ്പോഴാണ് സി വിശ്വനാഥൻ പറഞ്ഞത് കേരള യുക്തിവാദ മണ്ഡലത്തിൻ്റെ ഭാവി എന്ന് പറഞ്ഞുകൊണ്ട് അവർ വിമർശിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ അവരെല്ലാം കമ്മ്യൂണിസ്റ്റെക്കുറിച്ചുള്ള അവരുടെ നിലപാടൊക്കെ മാറ്റിയപ്പോഴത്തേക്ക് ഇപ്പം അവരോടൊന്നും എനിക്ക് പറയാനുമില്ല, അവരൊന്നും എടുക്കാനുമില്ല എന്ന് പറയുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ
അദ്ദേഹം സംവദിക്കുന്നത്, അതായത് എസൻസ് ഗ്ലോബലിൽ പോയി പ്രസംഗിച്ച് ഇസ്ലാമോഫോബികളോട് പോലും അദ്ദേഹത്തിന് സൗഹൃദത്വം പാലിച്ചുകൊണ്ട് സൗഹൃദത്തോടെ സംസാരിക്കാൻ പറ്റുന്നു. പക്ഷേ റിഡക്റ്റോക്കാരോട് അദ്ദേഹത്തിനൊന്നും പറയാനില്ല. അപ്പോൾ അതിലൊരു വലിയ പ്രശ്നമില്ല. ഒരാൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനായി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അനുകൂലിയായി എന്നത് മഹാ അപരാധമായി കാണുന്ന, എന്നാൽ ഇസ്ലാമോഫോബികളോടും അദ്ദേഹത്തിന് ഒരു പ്രശ്നമില്ലാതിരിക്കുമ്പോൾ അതിലൊരു പ്രശ്നമില്ല. പ്രതീക്ഷ പലപ്പോഴും ശാസ്ത്രീയ വംശീയവാദം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. എന്താണ് അത് അല്ല, അതായത് അതായത് ഞാനൊക്കെ ഇസ്ലാമോഫോബിക്കെതിരെ എഴുതുന്നു. ഈവൻ മുസ്ലിം സംഘടനകളിലും മൂവ്മെൻറ്റുകളിലൊക്കെ അവർ വിളിക്കുന്ന പരിപാടിക്കൊക്കെ പോകുന്നുണ്ട്. അവരുമായിട്ട് ഞാൻ സന്തോഷവും സംതൃപ്തിയൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. സമഭാവന, സഹോദര്യം ഒക്കെ വരയ്ക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തോട്ട് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അറിവ് നേടാൻ സയൻസ് മാത്രമാണ് മാർഗം എന്നുള്ളതാണ്. അപ്പോൾ ഈ അടുത്തൊരു റിയാസ് ഗസാലി എന്ന് പറഞ്ഞ പുള്ളി നിങ്ങൾക്ക് എങ്ങനെ, അതായത് വംശീയത ഇല്ലാതെ എങ്ങനെ ഇത് പറയാൻ പറ്റും എന്നുള്ളതാണ്. കാരണം സയൻസ് മാത്രമാണ് അറിവിൻ്റെ മാർഗം എന്ന് പറയുമ്പോൾ സയൻസ് അല്ലാത്ത വഴികൾ കൂടുന്ന അറിവിനെ അപ്പോൾ അത് വില കുറിച്ച് കാണുന്നു. അപ്പോൾ അതൊരു വംശീയതയല്ലേ, അപ്പോൾ അത് വംശീയവാദമല്ലേ എന്നുള്ളതാണ്. ഈ ശാസ്ത്രീയ വംശീയവാദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒന്നാമത്തെ കാര്യം, ഈ നമ്മൾ സയൻസ് വഴി നമ്മൾ അറിവ് നേടുന്നു. ഈ അറിവിനെ എടുത്ത് നേരെ നമ്മളിലുള്ള വംശീയത ഉപയോഗിക്കാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്മുടെ DNA സ്ട്രക്ചർ കണ്ടുപിടിച്ച വാട്സണും ക്രിക്കും അത് നമ്മുടെ അറിവിൻ്റെ മേഖലയിൽ ഒരു വിപ്ലവകരമായ കണ്ടുപിടുത്തമായിരുന്നു DNA സ്ട്രക്ചർ കണ്ടുപിടിച്ചത്. പക്ഷേ അവർ രണ്ടുപേരും തന്നെ അത് ഉപയോഗിച്ചെന്തിനാണ്? അത് മറ്റ് ചില ആൾക്കാർ അവർ നമ്മളെക്കാളും കുറഞ്ഞ ആൾക്കാരാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അത് അവരുടെ അറിവിനെ അവർ ഉപയോഗിച്ചത്. അതാണ് ബേസിക്കലി ശാസ്ത്രീയ വംശീയവാദം. അതായത് നമ്മൾ നേടുന്ന അറിവ് നമ്മളിലുള്ള വംശീയതയ്ക്ക് ആക്കം കൂട്ടാൻ വേണ്ടി ഉള്ള ഒരു പ്രവർത്തനത്തിനെ ഉപയോഗിക്കുന്നു. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അറിവ് നേടാൻ സയൻസ് മാത്രമാണ് മാർഗ്ഗം എന്ന് പറയുമ്പോൾ അത് അറിവിൻ്റെ മണ്ഡലത്തിലുള്ള കാര്യം. അപ്പോൾ അറിവ് എങ്ങനെ നേടണം, അതിലുള്ള ടൂൾ എന്താണ് എന്നുള്ളതാണ്. അപ്പം സയൻസ് മാത്രമല്ല, വേറെയും മാർഗ്ഗങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ആ മാർഗ്ഗം ഏതാണ്, ആ മാർഗ്ഗം വഴി നേടുന്ന എന്ത് ടൂൾ വെച്ചിട്ടാണ് അത് ശരിയാണ് എന്ന് നമ്മൾ പറയുന്ന ഒരു കാര്യം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അതേസമയം ഇപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഫെയ്ത്ത് എന്നൊരു സാധനമുണ്ട്. കാരണം അതുകൊണ്ട് തന്നെ ഇപ്പോൾ പന്നിയിറച്ചി, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പന്നിയിറച്ചി കഴിച്ചുകൂടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ വിശ്വാസപരമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഇപ്പോൾ സയൻസിലപ്പം ശരിയായിരിക്കാം, പറയുന്നത് തെറ്റായിരിക്കാം. ദാറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദെയർ ഫെയ്ത്ത്. ഇപ്പോൾ അവർ ഫെയ്ത്ത് അങ്ങനെയാണ്. അപ്പോൾ കഴിക്കുന്നില്ല, അത്രയാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് പന്നിയിറച്ചി ഭയങ്കര ടേസ്റ്റാണ്, വന്നിട്ട് നിങ്ങൾ കഴിക്കുന്ന അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടും കഥയില്ല. അത് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ. ഇത് ചിലർ വന്നിട്ട് നേരെ തിരിച്ചും പറയും. അതും ഒരു ഇസ്ലാമോഫോബിയാണ്. കാരണം നമ്മുടെ മതം ഭയങ്കര പുരോഗമനവും ജനാധിപത്യമാണ്, ഭയങ്കര പുരോഗമനമാണ് കാണിക്കാൻ വേണ്ടി പന്നിയിറച്ചി കഴിക്കാതിരുന്നാൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്ന് പറഞ്ഞിട്ട് വേണ്ടി ഞാൻ പറഞ്ഞാൽ അതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? ഡോണ്ട് ബി സോ അപ്പോളജറ്റിക്. അതായത് പന്നിയിറച്ചി ശാസ്ത്രീയത ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല, നിങ്ങളുടെ ഫെയ്ത്താണത്. അതുപോലെയല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അത് മുസ്ലിം ആകരുത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എന്തിനാന്ന് ചെയ്ത തന്നെ ഒരു ബോംബ് ഇട്ട ഒരു മുസ്ലിം ആണെന്ന് പോയി, അതുകൊണ്ട് അത് ബാക്കിയുള്ള മുസ്ലിംക്ക് എന്താ പ്രശ്നം? അതല്ല നമ്മൾ ചോദിക്കുന്ന ചോദ്യം. ആ ചെയ്ത മുസ്ലിം ആണെങ്കിൽ അദ്ദേഹത്തിന് നേരെ നിയമപരമായിട്ടുള്ള നടപടി എടുക്കുന്ന പോലെ തന്നെ പന്നിയിറച്ചി ശാസ്ത്രീയത ഉണ്ടോ ഇല്ല എന്നുള്ളത് അതുള്ള ഫെയ്ത്താണ്. അപ്പോൾ ഫെയ്ത്ത് എന്ന് പറയുന്നത് വേറെ, സയൻറ്റിഫിക് അറിവ് എന്ന് വേണം. പക്ഷേ നമ്മുടെ അറിവിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വംശീയവാദത്തിൻ്റെ കുഴപ്പം എന്താണ്? ഈ അറിവിനെടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നതിനാണ് നമ്മുടെ സൗകര്യത്തിന് ഇട്ട്. അതായത് ഇപ്പോൾ ഐൻസ്റ്റീൻ്റെ E=mc² എന്ന് പറയുന്ന സാധനം നമ്മൾ കണ്ടുപിടിച്ചു, അതൊരു അറിവാണ്. പക്ഷേ ഈ അറിവ് നമ്മൾ ഉപയോഗിച്ചാൽ എന്താണ്? ന്യൂക്ലിയർ വെപ്പൺ ഇട്ടിട്ട് വേറൊരു ജനതയുടെ മണ്ടയിൽ കൊണ്ടുപോയി ഇടാനാണ് അത് ഉപയോഗിച്ചത്. അപ്പോൾ ഇതാണ് ശാസ്ത്രീയ വംശീയവാദം എന്ന് പറയുന്ന സാധനം. അപ്പോൾ നമ്മളെപ്പോഴും അറിവ് നേടുന്നു. ഈ അറിവിനെ ഉപയോഗിക്കലാണ് ബാക്കി. അതായത് അറിവ് നമ്മളെ ടൂളുണ്ടല്ലോ, ഈ അറിവ് ഉപയോഗിക്കാനുള്ള ടൂളുണ്ട്. ആ ടൂൾ എന്ന് പറയുന്നത് നമ്മുടെ എത്തിക്സിനനുസരിച്ചിരിക്കും. നമുക്ക് ചിലപ്പോൾ ദാർശനികമായ ഒരു സാധനം വേണം. പലപ്പോഴും ഈ സി വിശ്വനാഥൻ്റെ അടക്കമുള്ളൊരു പ്രശ്നം, അവരെപ്പോഴും അറിവിൻ്റെ നിർമ്മാണം, അറിവിൻ്റെ പ്രചാരണം, ഇതിനപ്പുറം അറിവ് പ്രയോഗിക്കുന്നു. നിങ്ങൾക്കൊരു ദാർശനിക അടിത്തറയില്ലാതെ അറിവ് പ്രയോഗിക്കാൻ പറ്റില്ല. ഒരു പ്രത്യയശാസ്ത്ര ധാരയില്ലാതെ നിങ്ങൾക്ക് അറിവ് പ്രയോഗിക്കാൻ പറ്റില്ല. അങ്ങനെ പ്രയോഗിക്കുന്നെങ്കിൽ ആർക്കാണ് ഗുണം നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ. ഇപ്പം ഉദാഹരണത്തിന് നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് ആവണോ, സോഷ്യലിസ്റ്റ് ആവണോ, ഒരു ക്യാപിറ്റലിസ്റ്റ് ആവണോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ദാർശനിക അടിത്തറ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ഈ ദാർശനിക അടിത്തറയില്ലെങ്കിൽ നമ്മൾ എന്ത് വെച്ചിട്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്ലാനുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു കൃത്യമായതുണ്ട്. പക്ഷേ നമ്മളെ ഇപ്പോൾ ഒരു യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം നമുക്കത് പറയാൻ പറ്റില്ല. നമ്മൾ എന്നും പറയും. അപ്പോൾ ഞാൻ തന്നെ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്, നമ്മളിപ്പോൾ ഇസ്ലാമോഫോബിക്കെതിരെ ഞാനെന്തിന് ഇതൊക്കെ എഴുതിയാണ് പലപ്പോഴും നമ്മൾ എന്താണ് പർപ്പസ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ആ പർപ്പസ് എന്ന് പറയുന്നതാണ് എൻ്റെ മാനവികത എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന മാനവിക ആശയത്തിൻ്റെ ഭാഗമാണ്. മനുഷ്യരെല്ലാം തുല്യരാണ്, അപരപ്രിയത്തിലെ സാഹോദര്യം എന്ന് പറയുന്നതാണ് മാനവികമായിട്ടുള്ള ഒരു ഉത്തമ ദൃഷ്ടാന്തമായി ഞാൻ കാണുന്നു. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ എനിക്കും ഒരു പർപ്പസ് ഉണ്ട്. ഐ ടു ഹാവ് എ പർപ്പസ് ടു ഡൂയിങ് ദീസ് തിങ്സ് എന്നുള്ളതാണ്. ഇത്ര നേരം വംശീയത, ജാതി, മതത്തെ എങ്ങനെ മനസ്സിലാക്കണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഒരു യുക്തിവാദ പരിസരത്ത് നിന്നുകൊണ്ടാണ് പ്രതീക്ഷ സംസാരിച്ചത്. ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിൽ സന്തോഷം.